വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ കംപ്ലീറ്റ് ഗസീൻ. ഇത് ഞാൻ ബഹ്റൈൻ നാഷണൽ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു നൈറ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ കാണാനും ഒക്കെ ഉള്ളൊരു അവസരമാണല്ലോ. അപ്പോൾ എല്ലാവരും മുഴുവനും കാണുക. അപ്പോൾ അതേ ഞങ്ങളൊരു നൈറ്റ് ഡ്രൈവിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടാവും, അപ്പോൾ അത് കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ സ്ട്രീറ്റ്സൊക്കെ ഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ നൈറ്റ് ഡ്രൈവിൽ ഇങ്ങനെ ഒരു കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ബഹ്റൈൻ ബേയിലാണ് ഫയർ വർക്ക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ കയറി നിൽക്കുകയാണ്. ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ വെടിക്കെട്ടുന്നത് നമ്മൾ കാത്ത് നിൽക്കില്ല. ഇത്ര മണിക്ക് വെടിക്കെട്ട് തുടങ്ങുമെന്ന് പറയുമ്പോൾ അതൊരു ഫീൽ ആയിരുന്നു കേട്ടോ. കണ്ടില്ല ഭയങ്കര ട്രാഫിക്കാണ്. ബ്രിഡ്ജിൻ്റെ മേലെയൊക്കെ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനായിട്ടുള്ളൊരു ഗ്യാപ്പിൽ ജസ്റ്റ് വൺ വേ മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷാഭരിതരായിട്ട് ഫയർ വർക്സിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കേട്ടോ വെടിക്കെട്ടിൻ്റെ കാഴ്ചകൾ ഇനിയുണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ബോറടി ഉണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു നല്ലൊരു അത്യാവശ്യം ഡെക്കോർ ചെയ്തിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, ലൈറ്റ്സ് ഉണ്ട്, ഇതൊക്കെ കാണാനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഈ ഇങ്ങനെ ലൈറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഫുള്ള് കണ്ടില്ല വൈറ്റ്, അതായത് യെല്ലോയിഷ് കളറായിട്ടുള്ള ബൾബും പിന്നെ റെഡും മാത്രമാണ് മെയിനായിട്ട് ഇവർ അലങ്കരിച്ചിരുന്നത്. കാരണം ബഹ്റൈൻ ഫ്ലാഗിൻ്റെ കളർ തന്നെ വൈറ്റ് ആൻഡ് റെഡാണ്. അപ്പോൾ അതിനെ പ്രതിനിധീകരിച്ചിട്ടാണ് എല്ലാവരും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിരിക്കുന്നത്, അധികം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ നടക്കുമ്പോഴൊക്കെ ശരിക്കും നമ്മൾ ക്രിസ്മസ് ഒക്കെ അതിൻ്റെ ന്യൂ ഇയർ ഒക്കെ അതിൻ്റെ ഈ ഒരു വീക്കിലോടുകൂടി നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എക്സ്മാസ് വരും, പിന്നെ ന്യൂ ഇയർ വരെ ഈ ലൈറ്റ്സൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ്. എപ്പം വേണ്ടി നമുക്ക് ഇറങ്ങാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. അങ്ങനെ പല ഇതിലായിട്ടാണ് അവർ ഡെക്കോർ ചെയ്തിരിക്കുന്നതൊക്കെ. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഇന്നലത്തേക്കാട്ടിലും കുറച്ച് കുറവൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കില്ല. നമുക്ക് അത്യാവശ്യം ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റും. പിന്നെ ഇത് ദേവൂട്ടനെ കളിപ്പിക്കാനായിട്ടുള്ളൊരു ഐസ്ക്രീമും കാര്യമുണ്ടല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡിയാണല്ലോ ഇങ്ങനത്തെ ഐസ്ക്രീം. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. അപ്പോൾ ദേവൂന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് കുറച്ച് പകച്ചു പോയി. ആദ്യമായിട്ടായ കാരണം കൊണ്ട് അത് ഇല്ലയെന്നൊക്കെ കാണിച്ചു. പക്ഷേ അവള് അത്രയധികം ചിരിച്ച് കളിക്കാത്ത കാരണം കൊണ്ട് തന്നെ അയാൾ വേഗം തന്നെ ഐസ്ക്രീം തന്നു വിട്ടു. പാവം തോന്നിച്ചാന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ട് ഞങ്ങൾ പിന്നെ വേറെ സ്ഥലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഇതൊരു ലേക്ക് സൈഡിലുള്ള ഒരു ഏരിയയിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കണലി സ്ട്രീറ്റ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പോണത് റിഫ ക്ലോക്ക് ടവർ എന്നുള്ള ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്തുള്ള ലൈറ്റ്സാണ് ഇതൊക്കെ കേട്ടോ.
ഇത് റൗണ്ട് ബോർഡ്സ് ഒക്കെയാണ് അവർ നന്നായിട്ട് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ റിഫ ക്ലോക്ക് ടവറും എല്ലാ പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഭയങ്കര ട്രാഫിക്കായിരുന്നു. ശരിക്കും പെട്ടു എന്നുള്ളൊരു 1 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ ഇതാണ് ക്ലോക്ക് ടവർ ഇവിടുത്തെ. അപ്പോൾ കണ്ടില്ലേ, ബഹ്റൈൻ ഫ്ലാഗ് വൈറ്റ് ആൻഡ് റെഡ് ആ ഒരു ഇതിൽ തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നതൊക്കെ. നല്ല ഭംഗിയാണ്. റൗണ്ട് ബോർഡ് ആയ കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. നിർത്തി വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ട്രാഫിക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നു. നിർത്താനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ബഹ്റൈൻ നാഷണൽ ഡേയുടെ ഇതിൽ ഞങ്ങളുടെ ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ വല്ലാണ്ട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചുരുക്കി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല കാഴ്ചകളും റെസിപ്പീസൊക്കെ ആയിട്ട് കരണിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺ.